പെരുന്നാൾ ഇങ്ങോട്ട് അടുത്തെത്തി ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവരും. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഫസ്റ്റ് കയറിയത് സ്റ്റുഡിയോയിലാണ്. അവിടെ നിന്ന് എൻ്റെ സബ്സ്ക്രൈബറേയും കണ്ടു അവളോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. സ്റ്റുഡിയോയിൽ ജസ്റ്റ് കയറിയെന്നുള്ളൂ, അവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചില്ല. പിന്നെ ഇത് ഇഷ്ടമായപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയാണ്ടോ. അടുത്തത് കയറിയത് സാമിയിലാണ്. അവിടെ നിന്ന് ഒരു 3-4 ഡ്രസ്സ് ഇട്ട് നോക്കിയാൽ ഒന്ന് ഫിക്സ് ആക്കി ഇങ്ങോട്ട് പോകുന്നുണ്ടോ. എവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് സാമി പോയാൽ കിട്ടും. പ്രാവശ്യം പിന്നെ അധികം ഒന്നും പോകാൻ നിന്നില്ല, സാമിക്ക് തന്നെ നേരെ പോയിട്ടോ. നോമ്പുറക്കാനുള്ള സെറ്റപ്പൊക്കെ സാമിയക്കാരെ ഒരുക്കുന്നുണ്ടോ. ഞാൻ ഒരു കാരൊക്കെ മാത്രം എടുത്തോളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാലും നമ്മൾ ടൈം അങ്ങനെ പോകൂലേ. പിന്നെ ഫാൻസി കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ ഇവിടുത്തെ അമ്മാക്കും മാളിക്കുന്നത്തെ അമ്മാക്കും കൂടി ഓരോ നൈറ്റിയും കൂടി എടുക്കാണ്ടായിരുന്നു. ഒരേ ഡിസൈനിൽ 2 കളർ അങ്ങനെയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇവിടുന്ന് അനുവിന് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടുന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അനുമോ നല്ല സോപ്പാണ്ടോ, ചില സമയങ്ങളിൽ കാര്യം നേടാൻ വേണ്ടി ഓൻ അങ്ങനെ സോപ്പിടും. ഷോപ്പിങ്ങിന് പോയൊരു വ്ളോഗ് ഞാൻ എടുത്തുക്കുന്നു, അതുകൊണ്ടാണ് ഇതിൽ വിശദമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തിട്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണ ദിവസം പൽമാസിൽ പോകണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഇടണം എന്നുണ്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മറന്നിട്ടില്ല പൽമാസിൽ പോകാൻ എല്ലാവരും കമൻറ്റ് ചെയ്തത്. പോകാനുള്ളൊരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴി നല്ല വിശപ്പുണ്ടായിരുന്നു, അങ്ങനെ നവാബിയിലാണ് കയറിയത്. ഇഫ്താർ കോമ്പോൻ്റെ റിവ്യൂ തന്നെ ഇടണം എന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ദിവസം പോയിട്ട് അങ്ങനെ റിവ്യൂ ഒക്കെ ഇടണ്ട കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് പറ്റുമല്ലേന്ന് എനിക്കറിയില്ല. നോമ്പ് കഴിയുന്നതിന് മുന്നേ എനിക്ക് പോകാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മളെ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് ഇറങ്ങണം. ആ ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കാം. ഇവിടുത്തെ ഫുഡ് കിടിലൻ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ തന്നെ കയറിയത്. ഇവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഒരാൾ വിളിച്ചാൽ അത് വേണമെന്ന് പറയേണ്ടി വന്നിട്ടേ ഇല്ല. ഫുഡാണെങ്കിലും പെട്ടെന്ന് കിട്ടി. ചില ഹോട്ടലിൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ടൈപ്പ് ആയിരിക്കും, നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് കയറി പിന്നെ ഓല കിട്ടുക. അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.